പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. വാഷിംഗ്ടണുമായി വീണ്ടും ചർച്ചകൾ ആരംഭിക്കുന്നതിന്റെ സാധ്യതകൾ ആരായുന്നതിനായി പാകിസ്ഥാന്റെ ആർമി ചീഫ് അസീം മുനീറിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഉന്നതതല സംഘം ഇപ്പോൾ ടെഹ്റാനിൽ ചർച്ചകൾ നടത്തുന്നുണ്ട്. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹ്ബാസ് ഷെരീഫ് നിലവിൽ ഗൾഫ് രാജ്യങ്ങളിൽ ഔദ്യോഗിക സന്ദർശനം നടത്തുകയാണ്. സന്ദർശനത്തിന്റെ ആദ്യഘട്ടമായി അദ്ദേഹം സൗദി അറേബ്യയിലെ ജിദ്ദയിലെത്തി. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനുമായി അദ്ദേഹം ചർച്ചകൾ നടത്തി. ഏപ്രിൽ 16-ന് ദോഹയിലെത്തിയ ഷഹ്ബാസ് ഷെരീഫിന് വൻ വരവേൽപ്പാണ് ലഭിച്ചത്. അദ്ദേഹത്തിന്റെ വിമാനത്തിന് അകമ്പടിയായി ഖത്തർ വ്യോമസേനയുടെ റഫാൽ യുദ്ധവിമാനങ്ങൾ സുരക്ഷയൊരുക്കി. ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനിയുമായി അദ്ദേഹം ചർച്ച നടത്തി. പശ്ചിമേഷ്യയിലെ സുരക്ഷ, സ്ഥിരത, ഊർജ്ജ വിതരണം എന്നിവയിൽ ഇരു നേതാക്കളും ഊന്നൽ നൽകിയായിരുന്നു ചർച്ച. ഗൾഫ് സന്ദർശനത്തിന് ശേഷം അദ്ദേഹം തുർക്കിയയിലെ അന്റാലിയ നയതന്ത്ര ഫോറത്തിൽ പങ്കെടുക്കാനായി തുർക്കിയയിലാണിപ്പോൾ. ഇസ്രയേലും ലെബനനും തമ്മിൽ 10 ദിവസത്തെ വെടിനിർത്തലിന് ധാരണയായി. വ്യാഴാഴ്ച സമയം 9 മണി മുതലാണ് ഇത് നിലവിൽ വരുന്നത്. ഇസ്രയേൽ പ്രൈം മിനിസ്റ്റർ ബെഞ്ചമിൻ നെതന്യാഹു, ലെബനൻ പ്രസിഡന്റ് ജോസഫ് ഔൺ എന്നിവരുമായി സംസാരിച്ച ശേഷമാണ് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചത്. ട്രംപിന്റെ പ്രഖ്യാപനത്തെ ലെബനൻ പ്രൈം മിനിസ്റ്റർ നവാഫ് സലാം സ്വാഗതം ചെയ്തു. വ്യാഴാഴ്ച വൈകുന്നേരത്തോടെ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരുമെന്ന് അദ്ദേഹം അറിയിച്ചു. യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഒരു കരാറിന് ഇറാൻ തയ്യാറായില്ലെങ്കിൽ അമേരിക്കൻ സൈന്യം വീണ്ടും യുദ്ധം തുടങ്ങാൻ സജ്ജമാണെന്ന് യുഎസ് പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്ത് മുന്നറിയിപ്പ് നൽകി. സംഘർഷം ഒഴിവാക്കാൻ പാകിസ്ഥാൻ മധ്യസ്ഥനായി നിൽക്കുമ്പോഴും ഇറാന്റെ നിലപാടിൽ മാറ്റമില്ലെങ്കിൽ ശക്തമായ സൈനിക നടപടി ഉണ്ടാകുമെന്ന സൂചനയാണ് അമേരിക്ക നൽകുന്നത്. കോൺഗ്രസിന്റെ ഔദ്യോഗിക അനുമതിയില്ലാതെ ഇറാനെതിരെയുള്ള യുദ്ധം തുടരുന്നത് തടയാൻ ഡെമോക്രാറ്റുകൾ കൊണ്ടുവന്ന പ്രമേയം യുഎസ് സെനറ്റ് വോട്ടിനിട്ട് തള്ളി. യുദ്ധം അവസാനിപ്പിക്കാനോ നിയന്ത്രിക്കാനോ ലക്ഷ്യമിട്ടുള്ള നീക്കത്തിനാണ് റിപ്പബ്ലിക്കൻ ഭൂരിപക്ഷമുള്ള സെനറ്റിൽ തിരിച്ചടി നേരിട്ടത്. ഈ വോട്ടെടുപ്പോടെ ഇറാന്റെ കാര്യത്തിൽ സൈനിക നടപടികളുമായി മുന്നോട്ടു പോകാൻ ഭരണകൂടത്തിന് കൂടുതൽ രാഷ്ട്രീയ ബലം ലഭിച്ചിരിക്കുകയാണ്. ഹോർമുസ് കടലിടുക്കിൽ അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്ന നാവിക ഉപരോധം തുടരുകയാണെങ്കിൽ യുഎസ് കപ്പലുകളെ ഇറാൻ ആക്രമിക്കുമെന്ന് ഇറാന്റെ മുതിർന്ന ഉപദേഷ്ടാവ് മൊഹ്സൻ റസായി മുന്നറിയിപ്പ് നൽകി. ഇറാനിയൻ തുറമുഖങ്ങളുമായി ബന്ധപ്പെട്ട് കപ്പലുകൾക്ക് അമേരിക്ക കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. പല കപ്പലുകളെയും അമേരിക്കൻ സേന തിരിച്ചയക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട്. അമേരിക്ക ഒരു കരാറിന് തയ്യാറാണെങ്കിൽ ആണവ പരീക്ഷണങ്ങളിൽ സുതാര്യത ഉറപ്പാക്കാൻ ഇറാൻ സന്നദ്ധമാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകൻ അബ്ബാസ് അസ്ലാനി അഭിപ്രായപ്പെട്ടു. ചർച്ചകൾക്ക് സാധ്യതയുണ്ടെങ്കിലും അമേരിക്ക പുതുതായി ഏർപ്പെടുത്തിയ ഉപരോധങ്ങളും കടൽ മാർഗമുള്ള തടസ്സങ്ങളും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അവിശ്വാസം വർദ്ധിപ്പിക്കുന്നതായി അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. അഫ്ഗാൻ യുദ്ധക്കുറ്റക്കേസിൽ പ്രതിയായ മുൻ ഓസ്ട്രേലിയൻ സൈനികൻ ബെൻ റോബർട്ട്സ് സ്മിത്തിന് കോടതി ജാമ്യം അനുവദിച്ചു. 2009-നും 2012-നും ഇടയിൽ അഫ്ഗാനിസ്ഥാനിൽ വെച്ച് 5 പേരെ കൊലപ്പെടുത്തിയെന്ന കുറ്റത്തിന് കഴിഞ്ഞ ആഴ്ച സിഡ്നിയിൽ വെച്ചാണ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. 2011-ൽ ഓസ്ട്രേലിയയിലെ ഏറ്റവും ഉയർന്ന സൈനിക ബഹുമതിയായ വിക്ടോറിയ ക്രോസ് നൽകി ഇദ്ദേഹത്തെ രാജ്യം ആദരിച്ചിരുന്നു. തനിക്കെതിരായുള്ള എല്ലാ കൊലപാതക കുറ്റാരോപണങ്ങളും റോബർട്ട് സ്മിത്ത് നിഷേധിച്ചിട്ടുണ്ട്.